ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്ലീപ്പ് ടെയിൽസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡോൾഫിനുകൾ വളർത്തിയ ഒരു ബാലന്റെയും അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു ചെറിയ ഡോൾഫിന്റെയും അത്ഭുതകരമായ യാത്രയാണ്. സോ നമുക്ക് കഥയിലേക്ക് കടക്കാം. കടലിന്റെ ആഴങ്ങളിൽ ഒരു ചെറിയ ഡോൾഫിൻ കുഞ്ഞ് സാഹസികമായി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭയപ്പെടുത്തുന്ന ഒരു ഭീമൻ ഒക്ടോപസ് അവന്റെ മുന്നിലെത്തുന്നത്. ഒന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ആ ജീവി കുഞ്ഞിനെ പിന്തുടരാൻ തുടങ്ങുന്നു. ശ്വാസമെടുക്കാൻ ഉപരിതലത്തിലേക്ക് പോകേണ്ട സമയമായിരുന്നു. പക്ഷേ ഒക്ടോപസ് വഴിമുടക്കി. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവസാനം അത് കുഞ്ഞിനെ പിടികൂടി. അപ്പോഴേക്കും കുഞ്ഞിന്റെ അമ്മയായ നാന അടുത്തെത്തുന്നത് കണ്ട ഒക്ടോപസ് പിന്നോട്ട് മാറുന്നു. നാനയെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതി ആലോചിച്ച ഒക്ടോപസ് കടലിനടിയിലെ ഒരു ചങ്ങല തകർത്തു. അതോടെ വലിയ ഇരുമ്പ് പൈപ്പുകൾ താഴേക്ക് പതിക്കുന്നു. അപകടത്തിനിടയിലും നാന തന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. എന്നാൽ ഒരു ഇടുങ്ങിയ ട്യൂബിനുള്ളിൽ അവൾ കുടുങ്ങിപ്പോയി. പുറത്തേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ. ഇതിനിടെ ശ്വാസം മുട്ടിയ സ്നോബോൾ മുകളിലേക്ക് നീന്താൻ ശ്രമിച്ചു. പക്ഷെ ഒക്ടോപസ് വീണ്ടും അവനെ തടഞ്ഞു. ഒടുവിൽ ആകാശത്ത് നിന്ന് വീണ അവശിഷ്ടങ്ങളിൽ കുടുങ്ങുന്നത് ഒക്ടോപസ് ആണ്. കുറച്ചു സമയത്തിന് ശേഷം നാന സ്വയം മോചിതയാകുന്നു. അവൾ തന്റെ മകനെ തേടിയെത്തുമ്പോൾ സ്നോബോൾ അതിശയകരമായ ഒരു കാര്യം പറഞ്ഞു. കടലിൽ ഒരു വിചിത്ര ജീവിയെ കണ്ടെത്തിയെന്നാണ് അവൻ പറയുന്നത്. ആ കുഞ്ഞിന് ശ്വാസം വേണമെന്ന് മനസ്സിലാക്കിയ നാന അവനെ ഉപരിതലത്തിലേക്ക് കൊണ്ടുപോയി. ശേഷം സ്നോബോൾ തന്റെ സുഹൃത്തുക്കൾക്ക് ആ കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്നു. ഇത് എന്ത് ജീവിയാണെന്ന് എല്ലാവരും ചേർന്ന് ആലോചിക്കുന്നു. മീനല്ല, കാരണം അതിന് തൊലിയിലെ സ്കെയിലുകളില്ല. ഞണ്ടോ ചെമ്മീനോ പോലുമല്ല, കാരണം ഒരു ഷെല്ലും കാണുന്നില്ല. കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സ്നോബോൾ പ്രായമായ കടലാമയുടെ സഹായം തേടി. പക്ഷേ അധികം വൈകാതെ തന്നെ ഡോൾഫിൻ ബോയ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നു. ആമ അവനെ ഈ പവിഴപ്പുറ്റിൽ താമസിക്കാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യ ദിവസങ്ങളിൽ നാനയ്ക്ക് വലിയ ആശയക്കുഴപ്പമാണ്. ഒരു മനുഷ്യക്കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സ്നോബോൾ തന്നെയാണ് വലിയ സഹോദരന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. കടലിൽ ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ തന്റെ സഹോദരനെ പഠിപ്പിക്കുന്നു. ഇരുവരും എപ്പോഴും എന്തെങ്കിലും സാഹസങ്ങളിൽ ചാടിപ്പോകും. ഓരോ തവണയും അപകടം വന്നാൽ ഞാൻ അവരെ രക്ഷിക്കാനെത്തും. വർഷങ്ങൾ കടന്നുപോയി. സ്നോബോളും ഡോൾഫിൻ ബോയും വേർപിരിയാനാകാത്ത സുഹൃത്തുക്കളായി മാറി. തന്റെ മക്കൾ വളരുന്നത് കണ്ട നാന അഭിമാനിക്കുന്നു. എന്നാൽ പ്രായം കൂടുന്തോറും ഡോൾഫിൻ ബോയ്ക്ക് ഒരു ചോദ്യം മനസ്സിൽ വരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ അല്ലാത്തത്? ഒടുവിൽ സ്നോബോൾ സത്യം പറയാൻ തീരുമാനിക്കുന്നു. ഡോൾഫിൻ ബോയ് ഒരു ഡോൾഫിൻ അല്ലെന്ന് അവൻ തുറന്നു പറഞ്ഞു. അത് കേട്ടവൻ ഞെട്ടുന്നില്ല, മറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയാണ് തോന്നുന്നത്. സ്നോബോൾ പറയുന്നതനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവനെ ഒരു വലിയ ഷെല്ലിനുള്ളിൽ നിന്നാണ് കിട്ടിയത്. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇരുവരും പുറപ്പെട്ടു. പക്ഷെ അവർ പോകുന്ന സ്ഥലം കടലിലെ നിരോധിത മേഖലയാണ്. അവിടെ എത്തി ഒരു തകർന്ന വിമാനാവശ്യത്തിനുള്ളിലേക്ക് ഡോൾഫിൻ ബോയ് കടക്കുന്നു. അവൻ അകത്ത് കടന്ന നിമിഷം തന്നെ ഒരു ഭീകര ജീവിക്ക് പുറത്തേക്കുള്ള വഴി ലഭിക്കുന്നു. വിമാനത്തിനുള്ളിൽ ഇരുട്ടാണ്. ചുറ്റും തിളങ്ങുന്ന പ്ലാങ്ടണുകൾ. അവയെ രുചിച്ചു നോക്കിയ സ്നോബോൾ അതിവിശേഷമായി അവ വളരെ രുചികരമാണെന്ന് പറയുന്നു. തിരികെ പോകുന്നതിനിടെയാണ് ഡോൾഫിൻ ബോയ് ഒരു നെക്ലേസ് കണ്ടെത്തുന്നത്. അതിലൊരു മനുഷ്യ സ്ത്രീയുടെ ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രത്തിലെ ജീവിയെ പോലെയാണ് അവനെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് നെക്ലേസ് കൈവശം വെക്കാൻ അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം നാന സത്യം മനസ്സിലാക്കി. തന്റെ മക്കൾ നിരോധിത മേഖലയിലേക്ക് പോയതായി അറിഞ്ഞ അവൾ കോപാകുലയാകുന്നു. സ്നോബോൾ സത്യം പറഞ്ഞതിനും അവൾ ശാസിക്കുന്നു. അതേസമയം ഡോൾഫിൻ ബോയ് കൂടുതൽ വേദനിക്കുന്നു. ഇത്രയും വർഷം സത്യം മറച്ചു വെച്ചതിൽ അവൻ നിരാശനാകുന്നു. മറ്റെല്ലാവരും ഒരേപോലെ ആയിരിക്കുമ്പോൾ താൻ മാത്രം വ്യത്യസ്തനാണെന്ന് കരുതി വളർന്നതാണെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ സത്യം അറിഞ്ഞതോടെ സ്വന്തം ജന്മരഹസ്യം കണ്ടെത്തണമെന്ന് അവൻ ഉറപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും വിമാനാവശ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങി. ഇത്തവണ നാനയും കൂടെ വരുന്നു. പക്ഷേ അവർ അടുത്തെത്തിയുടൻ കടലിന്റെ ഇരുണ്ട ആഴങ്ങളിൽ നിന്ന് ഭീമൻ കൈകൾ ഉയർന്നു വരുന്നു. വമ്പൻ ഒക്ടോബസ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. നാനയെ രക്ഷിക്കാൻ ഡോൾഫിൻ ബോയ് ശ്രമിക്കുന്നു. എന്നാൽ ശ്വാസം തീർന്നതോടെ അവൻ ബോധം കെട്ടു വീഴുന്നു. അപ്പോൾ നാന സ്നോബോളിനോട് ഒരു ഉത്തരവ് നൽകി. നിന്റെ സഹോദരനെ സുരക്ഷിതമായി മുകളിലേക്ക് കൊണ്ടുപോ, അവനൊന്നും സംഭവിക്കരുത്. ഡോൾഫിൻ ബോയ് ബോധം വീണ്ടെടുത്ത ശേഷം പ്രായമായ ആമയുടെ സഹായം തേടി. എന്നാൽ പഴയപുറ്റിലെ മറ്റു ജീവികൾ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിയമം ലംഘിച്ചത് അവനാണെന്ന് എല്ലാവരും പറഞ്ഞു. അതിനിടയിലാണ് ഒക്ടോബസ് പ്രത്യക്ഷപ്പെടുന്നത്. നാനയെ കുടുക്കിയത് അവനാണെന്ന് മനസ്സിലാക്കിയ സ്നോബോൾ ദേഷ്യത്തോടെ ആക്രമിക്കുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് തന്നെ ഒക്ടോബസ് അവനെ പാറയിലേക്ക് എറിഞ്ഞിടുന്നു. ശേഷം തന്റെ വിഷമയമായ കറുത്ത മഷി മുഴുവൻ പഴയപുറ്റിലേക്കും പരത്തുന്നു. അപ്പോഴാണ് അവൻ തന്റെ കഥ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നിരോധിത മേഖലയിലെ തകർന്ന വിമാനത്തിനുള്ളിൽ കുടുങ്ങിയിരുന്നെന്നാണ് അവൻ വെളിപ്പെടുത്തുന്നത്. പുറത്തു വരാൻ കഴിയാതെ അവിടെ ഉണ്ടായിരുന്ന പ്ലാങ്ടണുകളെ ഭക്ഷിച്ച് ജീവിച്ചു. കാലം കഴിഞ്ഞപ്പോൾ അവൻ സാധാരണ ഒക്ടോബസിനേക്കാൾ വലുതും ശക്തനുമായി മാറി. എന്നാൽ പുറത്തേക്ക് വരാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഡോൾഫിൻ ബോയ് വിമാനത്തിനുള്ളിൽ കടന്ന് വഴി തുറന്നപ്പോഴാണ് അവന് മോചനം ലഭിച്ചത്. സ്വന്തം തെറ്റ് തിരുത്തണമെന്ന് ഡോൾഫിൻ ബോയ് തീരുമാനിക്കുന്നു. ഒരു വടിയെടുത്ത് ഒക്ടോബസിനെ നേരിടാൻ അവൻ തയ്യാറായി. അതേസമയം സ്നോബോൾ മറ്റൊരു പദ്ധതി ആലോചിക്കുന്നു. അമ്മയെ കുടുക്കിയ ഒക്ടോബസിനോട് പ്രതികാരം ചെയ്യണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം. സ്നോബോൾ ഒക്ടോബസിന്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാര്യങ്ങൾ അവൻ കരുതിയ പോലെ നടക്കുന്നില്ല. ഒടുവിൽ ഒക്ടോബസ് അവനെ പിടികൂടി. അത് കണ്ട ഡോൾഫിൻ ബോയ് മുന്നോട്ട് ചാടി ഒക്ടോബസിനെ കടിച്ചുകൊണ്ട് സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്കകം അവനും ഒക്ടോബസിന്റെ പിടിയിലാകുന്നു. ഡോൾഫിൻ ബോയെ സൂക്ഷിച്ചു നോക്കിയ ഒക്ടോബസിന് ഒരു കാര്യം മനസ്സിലായി. ഈ കുട്ടി കടലിലെ ജീവിയല്ല. ഇവിടെ അവന് സ്ഥാനമില്ലെന്ന് അവൻ കരുതുന്നു. അതിനിടയിൽ ഒരു മത്സ്യബന്ധന വല അടുത്തെത്തി.
അവസരം കണ്ട ഒക്ടോബസ് തന്റെ അനുയായികളോട് ഡോൾഫിൻ ബോയിയെ വലയുടെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യത്തൊഴിലാളികൾ ആ കുട്ടിയെ കടൽ തീരത്തെത്തിച്ചു. അവിടെ അവനെ കൈപ്പറ്റുന്നത് ക്യാപ്റ്റൻ മർവാരിദാണ്. ഡോൾഫിൻ ബോയുടെ കഴുത്തിലെ നെക്ലസ് കണ്ട നിമിഷം തന്നെ ക്യാപ്റ്റൻ ഞെട്ടിപ്പോയി. ചിത്രത്തിലുള്ള സ്ത്രീയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബോധം വീണ്ടെടുത്ത ഡോൾഫിൻ ബോയ് തന്റെ ചുറ്റും മനുഷ്യരെ കണ്ടപ്പോൾ ഭയപ്പെടുന്നു. ഒളിച്ചോട്ടാൻ ശ്രമിച്ചെങ്കിലും അടുക്കളയിൽ തയ്യാറാക്കിയിരുന്ന ഭക്ഷണം കണ്ടപ്പോൾ അവന്റെ ശ്രദ്ധ മാറി. അപ്പോഴേക്കും ക്യാപ്റ്റൻ ഉണരുന്നു. കുട്ടിയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഡോൾഫിൻ ബോയ് രക്ഷപ്പെട്ട് കടൽ തീരത്തേക്ക് ഓടുന്നു. അവിടെ അവൻ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. നിരവധി ഡോൾഫിനുകളുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലം. സീകളുകൾ ചുറ്റും പറക്കുന്നുണ്ട്. അതിലൊരു ഡോൾഫിനെ കണ്ടപ്പോൾ അവൻ തകർന്നുപോയി. അത് സ്നോബോൾ ആണെന്ന് അവൻ കരുതി. പക്ഷേ ഭാഗ്യവശാൽ സ്നോബോൾ ജീവനോടെ ഉണ്ടായിരുന്നു. സഹോദരനെ നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തതിനാലാണ് താൻ സ്വമേധയാ വലയിൽ കുടുങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇരുവരും വീണ്ടും കണ്ടുമുട്ടി സന്തോഷിക്കുന്നു. എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്കകം മറ്റൊരു വേദനാജനക സത്യം അവരെ തേടിയെത്തി. ഞാന ഇനി ജീവനോടെ ഇല്ലെന്ന് അവർ തിരിച്ചറിയുന്നു. അമ്മയെ നഷ്ടപ്പെട്ടുവെന്ന സത്യം ഇരുവരെയും തകർക്കുന്നു. അവരുടെ ദുഃഖം കണ്ട ക്യാപ്റ്റൻ മാർവാരിദ് സഹായിക്കാൻ തീരുമാനിക്കുന്നു. ഡോൾഫിൻ ബോയ് ഒരു ഡോൾഫിനോട് സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം അതിശയിച്ചുപോയി. സ്നോബോളിനെ വീണ്ടും കടലിലേക്ക് എത്തിക്കാൻ അദ്ദേഹം സഹായിച്ചു. വെള്ളത്തിലേക്ക് മടങ്ങിയ ശേഷം ക്യാപ്റ്റൻ ഒരു രഹസ്യം വെളിപ്പെടുത്തി. ഡോൾഫിൻ ബോയുടെ അമ്മയെ തനിക്ക് അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേട്ട കുട്ടിയുടെ കണ്ണുകളിൽ പ്രതീക്ഷ തെളിയുന്നു. സഹോദരനോട് ഇട പറഞ്ഞ് അമ്മയെ കാണാൻ പോകാമെന്ന് അവൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് വളരെ വേഗം തിരികെ വരാമെന്ന് സ്നോബോളിന് വാക്കു നൽകുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു പുതിയ ജീവിതം അവനെ കാത്തിരിക്കുകയായിരുന്നു. മനുഷ്യരുടെ വീട്ടിൽ താമസിക്കുന്നത് അവന് തീർത്തും പുതുമയുള്ള കാര്യമായിരുന്നു. നടക്കാൻ പോലും അവന് ശരിയായി അറിയില്ല. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പലതവണ വീണുപോയി. പുറത്ത് ക്യാപ്റ്റന്റെ ഭാര്യയും അവരുടെ മകളും ഉണ്ടായിരുന്നു. ആ ചെറിയ പെൺകുട്ടി അമ്മ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ഡോൾഫിൻ ബോയ് നിശ്ചലനായി. ആ സ്ത്രീ തന്റെ അമ്മയായിരിക്കുമോ എന്നൊരു പ്രതീക്ഷ അവന്റെ മനസ്സിലുടലെടുത്തു. അങ്ങനെ അവളെ പിന്തുടർന്ന് മാർക്കറ്റിലേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു മത്സ്യക്കടയിൽ നിന്ന് സഹായത്തിനായുള്ള നിലവിളി കേൾക്കുന്നു. ഒരു ചെറിയ മത്സ്യം അക്കൂറത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ച ഡോൾഫിൻ ബോയ് അക്കൂറിയം എടുത്ത് ഓടിപ്പോയി. കടക്കാരൻ അത് കണ്ടതോടെ വലിയ പ്രശ്നമായി. മാർക്കറ്റിലെ പലരും ചേർന്ന് അവനെ പിന്തുടരുന്നു. കടലിന്റെ അരികിലെത്തിയപ്പോൾ ഡോൾഫിൻ ബോയ് അക്കൂറിയം കടലിലേക്ക് എറിഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് കരുതി മത്സ്യം സന്തോഷിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതിപ്പോഴും അക്കൂറത്തിനുള്ളിൽ തന്നെ ആയിരുന്നു. അതേ ദിവസം ക്യാപ്റ്റൻ മർവാരിദ് മജീദിന്റെ ബാറിലെത്തി. ഡോൾഫിൻ ബോയ്ക്ക് ഡോൾഫിനുകളുമായി സംസാരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യത്തിൽ മജീദ് വിശ്വസിക്കുന്നില്ല. സത്യം തെളിയിക്കാൻ ഒരു വഴി അവൻ നിർദ്ദേശിക്കുന്നു. വരാനിരിക്കുന്ന ഡൈവിംഗ് മത്സരത്തിൽ ഡോൾഫിൻ ബോയെ പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നു. കടലിലെ ജീവികളുമായി അവന് ബന്ധമുണ്ടെങ്കിൽ മത്സരത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് അവന്റെ വിശ്വാസം. അതിനിടെ ചില നാട്ടുകാർ ബാറിലെത്തി. ഡോൾഫിൻ ബോയ് മാർക്കറ്റിൽ ഉണ്ടാക്കിയ കലാപത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. അതോടെ ക്യാപ്റ്റനും ഭാര്യയും കുട്ടിയെ മനുഷ്യരുടെ ജീവിത രീതികൾ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അവരവനെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ട പല കാര്യങ്ങളും അവനെ പഠിപ്പിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ അവനെ ബോട്ടിൽ കടലിലേക്ക് കൊണ്ടുപോയി. അവിടെ വീണ്ടും സ്നോബോളിനെ കാണാൻ അവന് സാധിക്കുന്നു. ഡൈവിങ്ങിനിടെ കടലിന്റെ അടിത്തട്ടിൽ എന്തോ തിരിയുന്ന ഒരു വയോധിക മത്സ്യത്തൊഴിലാളിയെ അവർ കാണുന്നു. എന്നാൽ അദ്ദേഹം എന്താണ് അന്വേഷിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു സായാഹ്നത്തിൽ ക്യാപ്റ്റൻ തന്റെ യഥാർത്ഥ ആഗ്രഹം ഡോൾഫിൻ ബോയോട് പറയുന്നു. മത്സരത്തിൽ ജയിച്ചാൽ പുതിയൊരു കപ്പൽ വാങ്ങാൻ കഴിയും. അപ്പോൾ കുട്ടിയെ അവന്റെ അമ്മയുള്ള ദ്വീപിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അത് കേട്ടതോടെ ഡോൾഫിൻ ബോയ് ആവേശഭരിതനാകുന്നു. സ്നോബോളിന്റെ സഹായത്തോടെ പരിശീലനം ആരംഭിച്ചു. അങ്ങനെ കാത്തിരുന്ന മത്സരം എത്തിച്ചേരുന്നു. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ മജീദിന്റെ ആളുകൾ അവരുടെ ചെറിയ ബോട്ടിനെ പരിഹസിക്കുന്നു. പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. മത്സരാർത്ഥികൾ ഓരോരാളായി വെള്ളത്തിലേക്ക് ചാടുന്നു. അവസാനമായി ഡോൾഫിൻ ബോയും കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നു. അടിത്തട്ടിലെത്തിയ ഉടൻ സ്നോബോളിന്റെ സഹായം അവൻ ഉപയോഗിച്ചു. അതേസമയം അവന്റെ നെക്ലേസ് കൈവിട്ടുപോയി. അത് അവിടെ ഉണ്ടായിരുന്ന വയോധിക മത്സ്യത്തൊഴിലാളി എടുത്തു സൂക്ഷിക്കുന്നു. മത്സരം അവസാനിക്കുമ്പോൾ മജീദിന്റെ ഡ്രൈവർമാർ വലിയ നിധികളുമായി മടങ്ങിയെത്തുന്നു. അത് കണ്ട് എല്ലാവരും വിജയ് മജീദാണെന്ന് കരുതുന്നു. ഡോൾഫിൻ ബോയ് കൊണ്ടുവന്നത് കുറച്ച് ചിപ്പികൾ മാത്രമായിരുന്നു. അത് കണ്ട് ക്യാപ്റ്റൻ നിരാശനാകുന്നു. എന്നാൽ യഥാർത്ഥ അത്ഭുതം ഇനിയും ബാക്കിയായിരുന്നു. ആ ചിപ്പികൾ തുറന്നപ്പോൾ ഓരോന്നിനുള്ളിലും വിലമതിക്കാനാകാത്ത മുത്തുകൾ നിറഞ്ഞിരുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ അവരുടെ ഭാഗ്യം മാറി മറിയുന്നു. മുത്തുകൾ കിട്ടിയ സന്തോഷത്തിൽ ക്യാപ്റ്റൻ മർവാരിദ് ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് അവരുടെ ബോട്ട് ആക്രമിക്കപ്പെടുന്നു. ക്യാപ്റ്റന്റെ തലയ്ക്ക് ശക്തമായി അടിയേറ്റ് അദ്ദേഹം ബോധം കെട്ടു വീണു. ഡോൾഫിൻ ബോയും അദ്ദേഹവും അറിയാതെ കടലിന്റെ നടുവിലേക്ക് വലിച്ചേർക്കപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം ബോധം വീണ്ടെടുത്ത മർവാരിദ് ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. അവരെ ഒരു കൂട്ടം കടൽ കൊള്ളക്കാർ പിടികൂടിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം വളരെ ലളിതമാണ്: മത്സരത്തിൽ ലഭിച്ച മുത്തുകൾ സ്വന്തമാക്കുക. പക്ഷേ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ ഒരു ബുദ്ധി പ്രയോഗിച്ചിരുന്നു. മുത്തുകളെല്ലാം അദ്ദേഹം വിഴുങ്ങിയിരുന്നു. അതുകൊണ്ട് മുത്തുകൾ പുറത്തെടുക്കാൻ കൊള്ളക്കാർക്ക് വേറെ മാർഗമില്ല. അവർ ക്യാപ്റ്റനെ ഒരുപാട് പഴങ്ങൾ കഴിക്കാൻ നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ വയർ കീറി മുത്തുകൾ പുറത്തെടുക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. രണ്ടാമത്തെ മാർഗത്തേക്കാൾ ഒന്നാമത്തെ നല്ലതാണെന്ന് മനസ്സിലാക്കിയ മർവാരിദ് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നു. അല്പസമയത്തിനകം കൊള്ളക്കാർ ആഘോഷം തുടങ്ങി. ക്യാപ്റ്റനും അവരോടൊപ്പം പാട്ടുപാടി ചേരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട ഉടൻ തന്നെ അവർ വീണ്ടും കെട്ടിയിടുന്നു. അത്തരം പാട്ടുകൾ അദ്ദേഹം എങ്ങനെ അറിയുന്നു എന്നതാണ് അവരുടെ സംശയം. അതിനിടെ ബോട്ടിൽ കുടുങ്ങിക്കിടന്ന ഒരു സ്രാവിനെ ഡോൾഫിൻ ബോയ് കാണുന്നു. അതിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. ശരിയായ സമയം നോക്കി സ്രാവിനെ വീണ്ടും അവൻ കടലിലേക്ക് വിടുന്നു.
അങ്ങനെ യാത്ര തുടർന്ന ശേഷം കൊള്ളക്കാർ ഒരു രഹസ്യ ദ്വീപിലെത്തി. കണ്ണുമൂടിയ നിലയിൽ കൊണ്ടുപോകപ്പെടുന്ന മറുവാരിദിന് ഒരു പരിചിതമായ അനുഭവമാണ് തോന്നുന്നത്. ഇത് റെഡ് ഐലൻഡ് ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഗുഹക്കുള്ളിലൂടെ അവർ മുന്നോട്ട് പോയി. അവസാനം അവർ എത്തുന്നത് ദ്വീപിന്റെ നേതാവായ ഗ്രാനി സാറിന്റെ സംഗീതത്തിലേക്കാണ്. മറുവാരിദിനെ കണ്ട ഉടൻ ഗ്രാനി സാർ തിരിച്ചറിയുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് പോയതായും അതിനുശേഷം ഒരിക്കലും തിരികെ വന്നിട്ടില്ലെന്നും അവൾ പറയുന്നു. ശേഷം അവൾ മറ്റൊരു പേര് പരാമർശിക്കുന്നു, നഹീദ്, ഡോൾഫിൻ ബോയിയുടെ അമ്മ. വർഷങ്ങളായി നഹീദിനെ താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗ്രാനി സാർ പറയുന്നു. ഇത്രയും കാലം അവൾ തന്റെ മകനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര. ആ കണ്ണുനീർ സാധാരണ കണ്ണുനീരല്ല, അതിന് അത്ഭുതകരമായ രോഗശാന്തി ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. അല്പസമയത്തിനു ശേഷം ഡോൾഫിൻ ബോയ് തന്റെ അമ്മയെ ആദ്യമായി കാണുന്നു. ഒരു ചെറിയ തടാകത്തിൽ അബോധാവസ്ഥയിൽ ഒഴുകിക്കിടക്കുകയായിരുന്നു നഹീദ്. അമ്മയെ കണ്ട സന്തോഷത്തിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ രാത്രി തീക്കരികിലിരുന്ന് ഗ്രാനി സാർ പഴയ കഥ പറയുന്നു. വിമാനം തകർന്നു വീണ ദിവസമാണ് എല്ലാം മാറി മറിഞ്ഞത്. കടലിൽ നിന്ന് നഹീദിനെ രക്ഷിച്ചത് മറുവാരിതായിരുന്നു. അന്ന് അവൾ ഓർമ്മയില്ലാതെ പല കാര്യങ്ങളും പറയുകയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ഒരു ഡോൾഫിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചുവെന്ന കാര്യവും അപ്പോഴാണ് അറിയുന്നത്. വിമാനാപകടത്തിൽ മറുവാരിദിന്റെ കപ്പലും നശിച്ചിരുന്നു. അതിനുശേഷം പുതിയ കപ്പൽ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന് ഈ ദ്വീപിലേക്ക് മടങ്ങി വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഗ്രാനി സാർ മറ്റൊരു കഠിന സത്യം വെളിപ്പെടുത്തി. നഹീദിന് പൂർണ്ണമായും സുഖം പ്രാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അവളുടെ ശരീരത്തിൽ ഒരു അത്യപൂർവ്വ പ്രതിവിഷം നിലനിൽക്കുന്നു. ഏത് വിഷത്തെയും നിർവീര്യമാക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു മരുന്ന്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരാൾ പ്രത്യക്ഷപ്പെടുന്നത്. കടലിനടിയിൽ നിരന്തരം തിരച്ചിൽ നടത്തിയിരുന്ന ആ വയോധിക മത്സ്യത്തൊഴിലാളി. എന്നാൽ അദ്ദേഹം സാധാരണ മത്സ്യത്തൊഴിലാളിയല്ല. വർഷങ്ങളായി ആ പ്രതിവിഷം തേടുകയാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് വിമാനം തകർന്നു വീണ പ്രദേശത്ത് സ്ഥിരമായി ഡൈവ് ചെയ്തിരുന്നത്. ഡോൾഫിൻ ബോയെയും സ്നോബോളിനെയും നിരീക്ഷിച്ച ശേഷം ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു. ആ അപകട സ്ഥലത്തിന്റെ ആഴങ്ങളിലേക്ക് സുരക്ഷിതമായി എത്താൻ കഴിയുക അവർക്ക് മാത്രമാണ്. അത് കേട്ട ഉടൻ ഡോൾഫിൻ ബോയ് സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഗ്രാനി സാർ അതിനെ എതിർക്കുന്നു. കുട്ടിയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഭയം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അമ്മയെ രക്ഷിക്കാനായി എന്തും ചെയ്യാൻ ഡോൾഫിൻ ബോയ് തയ്യാറായിരുന്നു. ആ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അവൻ രഹസ്യമായി പുറപ്പെട്ടു. ആ വയോധികനെയും കൂട്ടി വീണ്ടും അപകട സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കുന്നു. സ്നോബോൾ തന്റെ സഹോദരനെ കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടെ തിളങ്ങുന്നൊരു ഗുഹയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. പക്ഷേ അകത്ത് അവരെ കാത്തിരുന്നത് പുതിയൊരു പ്രശ്നമാണ്. ഒരു ഞണ്ട് സ്വയം രാജാവായി പ്രഖ്യാപിച്ച് അവിടെ ഭരിക്കുകയായിരുന്നു. അവന്റെ ചുറ്റും വലിയൊരു അനുയായി സംഘവും ഉണ്ടായിരുന്നു. താനാണ് നേതാവെന്ന് അവൻ അഭിമാനത്തോടെ പറയുന്നു. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഷെൽ തനിക്കുണ്ടെന്നാണ് അവന്റെ വാദം. അത് കേട്ട ഡോൾഫിൻ ബോയ് ചിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് ആ ഷെല്ലെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ആർക്കാണ് അത് ആദ്യം കിട്ടുന്നത് അവനാകും പുതിയ നേതാവ് എന്ന് പറഞ്ഞതോടെ എല്ലാ ഞണ്ടുകളും അതിന്റെ പിന്നാലെ ഓടി. ആ അവസരം ഉപയോഗിച്ച് ഡോൾഫിൻ ബോയും സ്നോബോളും മുന്നോട്ട് നീങ്ങി. അല്പസമയത്തിനകം അവർ ഒരു ദുഃഖകരമായ കാഴ്ച കാണുന്നു. പ്രായമായ കടലാമ വളരെ മോശം അവസ്ഥയിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒക്ടോബസ് പരത്തിയ കറുത്ത മഷിയാണ് ഇതിന് കാരണമെന്ന് ആമ വിശദീകരിച്ചു. ആ വിഷമഞ്ഞ് ശ്വസിച്ച ജീവികളെല്ലാം അവന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഇരുവരും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോയി. അവസാനം അവർ വീണ്ടും തകർന്ന വിമാനത്തിനടുത്ത് എത്തിച്ചേരുന്നു. ഒടുവിൽ ഡോൾഫിൻ ബോയും സ്നോബോളും തകർന്ന വിമാനത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന മരുന്ന് കണ്ടെത്തി. പ്രതിവിഷം അടങ്ങിയ കുപ്പിയുമായി അവർ കടലിന്റെ ഉപരിതലത്തിലേക്ക് മടങ്ങി വരുന്നു. അത് കാത്തുനിന്നിരുന്ന വൈദികന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഡോൾഫിൻ ബോയ് തയ്യാറാക്കുന്നു. പക്ഷേ അതേ നിമിഷം തന്നെ എല്ലാം മാറി മറിഞ്ഞു. ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു വഞ്ചകനാണെന്ന് ഡോൾഫിൻ ബോയ് തിരിച്ചറിയുന്നു. സ്നോബോളിന്റെ സഹായത്തോടെ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും വില്ലൻ വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടു. ഒളിച്ചോടുന്നതിനു മുമ്പ് അവൻ വർഷങ്ങളായി മറഞ്ഞുകിടന്ന സത്യം വെളിപ്പെടുത്തി. ഡോൾഫിൻ ബോയുടെ മാതാപിതാക്കൾ ഒരു പ്രത്യേക ഔഷധത്തിന്റെ ഗവേഷണത്തിലായിരുന്നു. വിഷങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തമായൊരു സംയുക്തം അവർ വികസിപ്പിച്ചിരുന്നു. ആ പദ്ധതിയിൽ ഈ വില്ലനും പങ്കാളിയായിരുന്നു. മരുന്ന് വൻ വിജയമായതോടെ അവർ ഒരുമിച്ച് വലിയ ലാഭം സമ്പാദിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ നിയന്ത്രണാതീതമായി. ആ സംയുക്തത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അത് മത്സ്യങ്ങളെ അസാധാരണമായി ആക്രമണ സ്വഭാവമുള്ളവരാക്കി മാറ്റാൻ തുടങ്ങി. ഒരു ദിവസം അതിന്റെ ഇരയായത് ഡോൾഫിൻ ബോയുടെ അച്ഛനായിരുന്നു. ഇത് കൂടുതൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ നഹീദ് ആ ഫോർമുല എടുത്ത് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ അത് അനുവദിക്കാൻ വില്ലൻ തയ്യാറായിരുന്നില്ല. മരുന്ന് തന്റെ നിയന്ത്രണത്തിൽ തന്നെ വേണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനാലാണ് അവൻ വിമാനം തകർന്നു വീഴാൻ കാരണമായത്. ആ സത്യം കേട്ടപ്പോൾ ഡോൾഫിൻ ബോയ് തകർന്നുപോയി. എന്നാൽ അതിലും ഭീകരമായ കാര്യം ഉടൻ സംഭവിക്കുന്നു. വില്ലൻ പ്രതിവിഷത്തിന്റെ ഒരു ഭാഗം കടലിലേക്ക് ഒഴുക്കി. അവന്റെ പുതിയ പദ്ധതി ഒക്ടോബസിനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുക എന്നതായിരുന്നു. അപ്പോഴേക്കും ഭീമൻ ഒക്ടോബസ് വീണ്ടും ആക്രമണം തുടങ്ങുന്നു. ഡോൾഫിൻ ബോയ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വില്ലൻ അവന്റെ നേരെ ആയുധം ഉപയോഗിച്ചു. ആ അപകടത്തിൽ നിന്ന് സ്നോബോൾ സഹോദരനെ രക്ഷിക്കുന്നു. എന്നാൽ രക്ഷപ്പെടുന്നതിനിടെ അവൻ ഒക്ടോബസിന്റെ വിഷമശിയുടെ ചെറിയൊരു അളവ് വിഴുങ്ങി. അല്പസമയത്തിനകം സ്നോബോൾ ഗുരുതരാവസ്ഥയിലാകുന്നു. ഇതിനിടെ റെഡ് ഐലൻഡിൽ സംഭവിച്ച കാര്യങ്ങൾ ഗ്രാനി സാറും മറ്റുള്ളവരും അറിയുന്നു. അവർ സഹായിക്കാൻ തയ്യാറാകുമ്പോഴേക്കും ഡോൾഫിൻ ബോയ് സ്നോബോളുമായി അവിടെ എത്തി. സ്നോബോൾ തന്റെ അവസാന നിമിഷങ്ങൾ അടുക്കുകയാണെന്ന് കരുതുന്നു. എന്നാൽ ഗ്രാനി സാർ ഉടൻ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നു. നഹീദിന്റെ അത്ഭുത കണ്ണുനീർ സ്നോബോളിനെ കുടിപ്പിക്കുന്നു. അത് പ്രവർത്തിക്കാൻ അധിക സമയം വേണ്ടി വരുന്നില്ല.
അല്പനേരത്തിനകം സ്നോബോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഒക്ടോബസിന്റെ വിഷമശിയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ ഒരേയൊരു മാർഗമുണ്ടെന്ന് ഗ്രാനി സാർ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി നെഹീദ് കരഞ്ഞുണ്ടാക്കിയ കണ്ണുനീർ മുഴുവനും കടലിലേക്ക് ഒഴുക്കണം. അതിനുശേഷം ഡോൾഫിൻ ബോയും സ്നോബോളും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. മറുവാരിതും അവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ദ്വീപിലെ സ്ത്രീകൾ സ്വന്തം കപ്പൽ പോലും അദ്ദേഹത്തിന് നൽകി. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, കപ്പലിൽ ഇന്ധനമില്ല. ഭാഗ്യവശാൽ മറുവാരിദിന്റെ ഭാര്യ അവിടെ എത്തി ആ പ്രശ്നവും പരിഹരിച്ചു. ഇതിനിടെ ഡോൾഫിൻ ബോയ് ഡസൻ കണക്കിന് ഡോൾഫിനുകളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. കടലിനെ രക്ഷിക്കാനുള്ള അവസാന പോരാട്ടത്തിന് എല്ലാവരും തയ്യാറാകുന്നു. ഒക്ടോബസിന്റെ നിയന്ത്രണത്തിലായ ജീവികളെ റെഡ് ഐലൻഡിന്റെ തീരത്തേക്ക് ആകർഷിക്കുന്നതാണ് അവരുടെ പദ്ധതി. അവിടെ നഹീദിന്റെ കണ്ണുനീർ കടലിൽ കലർത്തിയിരുന്നു. പദ്ധതി വിജയിക്കുന്നു. വിഷത്തിന്റെ സ്വാധീനത്തിലായിരുന്ന ജീവികൾ പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി. കടൽ വീണ്ടും ശുദ്ധമാകാൻ തുടങ്ങി. ഇപ്പോൾ ശേഷിക്കുന്നത് ഒക്ടോബസിനെയും അവന്റെ യജമാനെയും തടയുക മാത്രമാണ്. കടലിന്റെ അടിത്തട്ടിൽ ഒക്ടോബസ് വീണ്ടും കൂടുതൽ വിഷമശി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡോൾഫിൻ ബോയും സ്നോബോളും അവനെ തടയാനെത്തുന്നു. മറ്റു ജീവികൾ ഒക്ടോബസിന്റെ സൈന്യത്തെ നേരിടുമ്പോൾ ഈ 2 സഹോദരന്മാർ നേരിട്ട് ശത്രുവിനെ ആക്രമിക്കുന്നു. എന്നാൽ അവർ വീണ്ടും പിടിക്കപ്പെടുന്നു. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന ആ നിമിഷത്തിലാണ് മറുവാരിതും സംഘവും എത്തുന്നത്. അവർ ഒക്ടോബസിനെ ആക്രമിക്കുന്നു. പക്ഷേ അതിന്റെ ഫലമായി ഭീകരമായൊരു മാറ്റം സംഭവിക്കുന്നു. ഒക്ടോബസിന്റെ ശരീരം കൂടുതൽ വലുതായി. അവൻ മുമ്പത്തേക്കാൾ ഭയാനകമായ രൂപത്തിലേക്ക് മാറി. ഒരു അടിയോടെ മറുവാരിദിന്റെ കപ്പൽ തകർന്നു വീണു. എല്ലാവർക്കും കടലിലേക്ക് ചാടേണ്ടി വരുന്നു. ഇപ്പോൾ ഒക്ടോബസ് പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവസാനം സ്വന്തം യജമാനനെ അവൻ വിഴുങ്ങിക്കളഞ്ഞു. കപ്പൽ തകർന്നതോടെ ഇന്ധനം കടലിൽ പടർന്നു. ആ സമയം തന്നെ ശക്തമായി ഇടിയും മിന്നലും വന്നു. കടലിന്റെ മേൽഭാഗം മുഴുവനും തീ പിടിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ഡോൾഫിനുകളുടെ സഹായം തേടി. അതിനിടയിലാണ് ഡോൾഫിൻ ബോയ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒക്ടോബസ് നേരെ റെഡ് ഐലൻഡിലേക്കാണ് നീങ്ങുന്നത്. അവൻ അവിടെ എത്തിയാൽ ആരും അവനെ തടയാനാവില്ല. അതുകൊണ്ട് ഡോൾഫിൻ ബോയ് ഒരു വലിയ തീരുമാനമെടുക്കുന്നു. സുഹൃത്തുക്കളെ നോക്കിക്കൊള്ളാൻ സ്നോബോളിനോട് പറഞ്ഞ ശേഷം ഒരു തിമിംഗലത്തിന്റെ സഹായം തേടി. അത് അവനെ ആകാശത്തിലേക്ക് എടുത്തുയർത്തി നേരെ ഒക്ടോബസിന്റെ മുകളിലേക്ക്. അന്നേരം ഗ്രാനി സാറിനെയും നഹീദിനെയും ഒക്ടോബസ് ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ ഡോൾഫിൻ ബോയ് കൃത്യസമയത്ത് എത്തി അതിന്റെ തലയിൽ പതിക്കുന്നു. ശേഷം കടുത്ത പോരാട്ടം നടന്നു. കുറച്ചു സമയത്തിന് ശേഷം മഴ പെയ്യാൻ തുടങ്ങി. എന്നാൽ ഒക്ടോബസ് എവിടെയാണെന്ന് ആരും കാണുന്നില്ല. മറുവാരിദ് ആശങ്കപ്പെടുന്നു. ഡോൾഫിൻ ബോയെ തിരികെ വിളിക്കാൻ അദ്ദേഹം തന്റെ സംഗീതോപകരണങ്ങൾ വായിക്കുന്നു. അതിനിടെ കടലിന്റെ ആഴങ്ങളിൽ ഡോൾഫിൻ ബോയ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കിടക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാൻ നെഹീൽ തന്റെ ശേഷിച്ച ശക്തിയൊക്കെയും ഉപയോഗിച്ചു. ശേഷം അവനെ സ്നോബോളിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. സ്നോബോൾ ഉടൻ സഹോദരനെ ഉപരിതലത്തിലേക്ക് കൊണ്ടുപോയി മറുവാരിദിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഡോൾഫിൻ ബോയ് ബോധരഹിതനായിരുന്നു. എന്നാൽ എല്ലാവരുടെയും ശ്രമഫലമായി അവൻ വീണ്ടും ശ്വാസമെടുത്തു. മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ച ആ സാഹസിക യാത്ര ഒടുവിൽ അവസാനിച്ചു. ഡോൾഫിൻ ബോയ്ക്കും സ്നോബോളിനും ഇനി ഒരു പുതിയ കുടുംബമുണ്ട്. അവർ റെഡ് ഐലൻഡിൽ സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും കൂടി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. നെഹീദും അവരുടെ കൂടെയുണ്ട്. മറുവാരിദും അവരുടെ കുടുംബത്തിന്റെ ഭാഗമാകുന്നു. ഒരിക്കൽ കടലിനെ ഭീതിയിലായിരുന്ന ഒക്ടോബസ് ഇപ്പോൾ ഒരു സാധാരണ ഒക്ടോബസായി മാറിയിരിക്കുന്നു. താൻ ചെയ്ത തെറ്റുകളുടെ ഫലം ഇനി അവൻ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ സൗഹൃദത്തിന്റെയും കുടുംബസ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും കഥയായ ഡോൾഫിൻ ബോയ് ഇവിടെ അവസാനിച്ചു. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അടുത്ത കഥയുമായി വീണ്ടും കാണാം. ബൈ.